എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം ചായയ്ക്ക് ബ്രെഡും പഴമൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിട്ടു ടേസ്റ്റുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ. ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത് 2 ചെറുപഴം ആട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ റോബസ്റ്റ പഴമൊക്കെ ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ നേന്ത്രപ്പഴമാണ് കയ്യിലുള്ളതെങ്കിൽ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആവിയിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് ശരിക്കും ഒന്നും ഉടച്ചെടുത്താലും മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപഴം ഇതേപോലെ സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ പഴം എടുക്കുമ്പോൾ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിലും ചെറിയ രീതിയിൽ ഒന്ന് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നല്ല മധുരമുള്ള നമ്മുടെ ചെറുപഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നുങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും മധുരമുള്ളതുകൊണ്ട് തന്നെ ഞാനിതിനകത്തേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പകരം നേന്ത്രപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കണേ മധുരത്തിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആ പാനിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ചൂടാക്കിയെടുക്കലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ വലിയ തീ ചൂടൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയുള്ളൂ. ഞാനിവിടെ 1 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ പഴമൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 4 ബ്രെഡാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ പഴത്തിൻ്റെ അളവിനനുസരിച്ച് ബ്രെഡിൻ്റെ കാര്യത്തിലും എണ്ണത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വന്നിരിക്കും കേട്ടോ. അപ്പോൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് മുഴുവൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ബ്രെഡും നമ്മൾ എടുത്തിരിക്കുന്ന 4 ബ്രെഡും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഈ തേങ്ങയും അതേപോലെ തന്നെ ബ്രെഡും കൂടി ചേർന്നാണ് നന്നായിട്ട് തന്നെ നമ്മൾ ആദ്യമേ ഒന്നുങ്ങ് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡും തേങ്ങയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അത് പഴത്തിൻ്റെ മധുരം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ഈ ബ്രെഡിൻ്റെയും അതേപോലെ തന്നെ തേങ്ങയുടെയും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ല മധുരമുള്ള പഴമായതുകൊണ്ടാണ് നമ്മൾ വേറെ പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. ഇനി നമ്മുടെ ഈ ബ്രെഡിൻ്റെ മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഈ സമയത്ത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഒന്നെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചോ നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നുങ്ങ് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഒന്നുങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നിങ്ങ് യോജിച്ച് വന്നപ്പോൾ കയ്യിൽ ഇതേപോലെ ഒന്നിങ്ങ് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. അതായത് പഴത്തിൻ്റെ ആ ഒരു നനവ് കുറച്ച് കൂടുതലും ബ്രെഡ് കുറച്ച് കുറവുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും തന്നെയില്ല, ഒരു 2-3 ബ്രെഡും കൂടി മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി പൊടിച്ച് ഇതേപോലെ നമ്മുടെ മിക്സിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പഴത്തിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് മാത്രമേ ബ്രെഡ് എടുക്കാൻ പാടുള്ളൂ എന്ന്. ഇതേപോലെ നന്നായിട്ട് തന്നെ പാകത്തിനാക്കിയിട്ട് ഒന്നിങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊന്നും തന്നെയില്ല, കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ കുട്ടി കുട്ടി ബോൾസായിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ, കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബോൾസ് വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കി എല്ലാ മിക്സും പെട്ടെന്ന് നമുക്കങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ തവണ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് വേണം മിക്സരുത് ഇതേപോലെ ഒന്നുങ്ങ് ഉരുട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ ഒരു പ്ലേറ്റ് നിറയെ നമ്മൾ കുട്ടി ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇതേപോലെ കുറച്ച് മാത്രമേ ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. പകരം സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് ഓരോ വശവും ഒന്ന് റെഡിയായി കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് 2 വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിട്ടു ടേസ്റ്റുള്ള പലഹാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ റെഡിയാക്കി മിക്സ് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മധുരം എത്രത്തോളം ഉണ്ടെന്ന്. കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് മൊരിഞ്ഞ സ്നാക്സ് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്.
കണ്ടോ, ഒരു പ്ലേറ്റ് നിറയെ കുട്ടി കുട്ടി പലഹാരം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ബാക്കി വന്ന പഴവും അതേപോലെ തന്നെ ബ്രെഡും ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല. അതനുസരിച്ച് നമ്മൾ ആ മിക്സ് ചെയ്യുമ്പോൾ ബ്രെഡിൻ്റെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഇതേപോലെ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നല്ലൊരു ചൂട് ചായയുടെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.